മത്സരം രാത്രി 7:30 റായ്പൂരിൽ. വിശദമായി കടക്കുകയാണ് വാർത്തകളിലേക്ക്. 9 മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ഭൂമിയിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള ദൌത്യം വിജയത്തിലേക്ക്. സ്പേസ് എക്സ് ക്രൂ 10 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ബന്ധം സ്ഥാപിച്ചു. Onishi, the first Crew 10 astronaut through the hatch, followed by Peskov. Nicole Ayers, the first of the flies. പ്രതീക്ഷ നൽകുന്ന വാർത്തയാണിത്. ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കി. സ്പേസ് എക്സ് ക്രൂ 10 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ബന്ധം സ്ഥാപിച്ചു. ഇന്ത്യൻ സമയം രാവിലെ 10 മണിയോടെയാണ് ഡോക്കിംഗ് പൂർണ്ണമായത്. ഊഷ്മളമായിരുന്നു ആ സ്വീകരണം. സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും മനസ്സ് സന്തോഷത്താലും ആശ്വാസത്താലും നിറഞ്ഞിട്ടുണ്ടാവണം. 9 മാസത്തെ അനിശ്ചിതത്വത്തിനാണ് അവസാനമാകുന്നത്. സ്പേസ് എക്സ് പേടകത്തിലെത്തിയ 4 ബഹിരാകാശ യാത്രികരെയും ഇരുവരും ചേർന്ന് സ്വീകരിച്ചു. ബഹിരാകാശ നിലയത്തിലെ മറ്റ് 5 പേരും ഒപ്പം ചേർന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ കമാൻഡർ സ്ഥാനം സുനിത വില്യംസ് റഷ്യയുടെ അലക്സി ഓച്ച്നിന് കൈമാറി. സ്പേസ് എക്സ് പേടകത്തിൽ ബുധനാഴ്ച ഇരുവരും ഭൂമിയിലേക്ക് മടങ്ങും. 2024 ജൂൺ 5-നാണ് 8 ദിവസത്തെ ബഹിരാകാശ ദൗത്യത്തിനായി സുനിത വില്യംസും ബുച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയത്. ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനറിലായിരുന്നു യാത്ര. സ്റ്റാർ ലൈനറിന്റെ സാങ്കേതിക തകരാർ മടക്കം അനിശ്ചിതത്വത്തിലാക്കി. പിന്നീട് ഈ ദൗത്യം ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ഏറ്റെടുത്തു. സ്പേസ് എക്സ് ഡ്രാഗൺ ഇന്ത്യൻ സമയം ശനിയാഴ്ച രാവിലെ 4:30-നാണ് 4 യാത്രികരുമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിച്ചത്. ഇവർ അടുത്ത 6 മാസം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുണ്ടാവും. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ലഹരി വ്യാപനം ചെറുക്കാൻ നാടെങ്ങും വലവിരിച്ച് പോലീസ്. കളമശ്ശേരി കഞ്ചാവ് കേസിൽ പ്രധാന പ്രതി പിടിയിൽ. പോളിടെക്നിക്കിലെ 3-ാം വർഷ വിദ്യാർത്ഥി അനുരാജാണ് പിടിയിലായത്. കഞ്ചാവിന് വേണ്ടി പണപ്പിരിവ് നടത്തിയത് ഇയാളുടെ നേതൃത്വത്തിലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതേസമയം കളമശ്ശേരി കേന്ദ്രീകരിച്ച ഹോസ്റ്റലുകളിൽ പോലീസിന്റെ പരിശോധന തുടരുകയാണ്. കൊല്ലം സ്വദേശിയായ അനുരാജിന് ഇന്നലെ രാത്രിയാണ് പിടികൂടിയത്. അനുരാജാണ് ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചതെന്നാണ് മറ്റു പ്രതികളുടെ മൊഴി. ഇയാളാണ് ഹോളി ആഘോഷത്തിനായി കുട്ടികളിൽ നിന്ന് പണപ്പിരിവ് നടത്തിയതെന്നാണ് സൂചന. പിരിച്ച പണം പിടിയിലായ പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖ്, ഷാലിഖ് എന്നിവർക്ക് കൈമാറുകയും അവർ മുഖേന കഞ്ചാവ് ക്യാമ്പസിലെത്തിക്കുകയുമായിരുന്നു. 10,000 രൂപ ഇവർ പിരിച്ചു നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ട്. 4 കിലോ കഞ്ചാവാണ് ക്യാമ്പസിലേക്ക് എത്തിച്ചത്. ഇതിൽ 2 കിലോയാണ് പോലീസ് പരിശോധനയിൽ കണ്ടെത്തിയത്. 3-ാം വർഷ മെക്കാനിക്കൽ വിദ്യാർത്ഥിയായ അനുരാജിന്റെ സാമ്പത്തിക ഇടപാടുകളടക്കം പരിശോധിക്കുകയാണ്. കഞ്ചാവ് കൈമാറിയത് ഇതര സംസ്ഥാനക്കാരനായ സുഹേൽ ബായ് എന്നൊരാളാണെന്നാണ് പോലീസിന് നൽകിയ മൊഴി. ഇയാൾക്കു വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. അതേസമയം കളമശ്ശേരി കേന്ദ്രീകരിച്ച് ഹോസ്റ്റലുകളിൽ പോലീസിന്റെ പരിശോധനയും തുടരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ പരിശോധനയിൽ 2 ഗ്രാം കഞ്ചാവുമായി ഒരു വിദ്യാർത്ഥി പിടിയിലായി. ഭാരത് മാതാ കോളേജിലെ 2-ാം വർഷ വിദ്യാർത്ഥിയായ കൊല്ലം സ്വദേശി മുഹമ്മദ് സൈദലിയാണ് പിടിയിലായത്. വിദ്യാർത്ഥിയെ രാത്രി തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വിൽപ്പന രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കൂട്ടുകച്ചവടമാണെന്നാണ് പോലീസ് പറയുന്നത്. കഞ്ചാവ് ഉപയോഗിക്കുന്നവരെല്ലാം ഇവിടെ ഒറ്റക്കെട്ടാണെന്നും പരിശോധനയ്ക്ക് പിന്നാലെ പലരും ഒളിവിൽ പോയെന്നും പോലീസ് പറയുന്നു. ന്യൂസ് 18 കൊച്ചി. കൈക്കൂലി കേസിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്ത IOC ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യുവിന്റെ കൊച്ചിയിലെ വസതിയിൽ നിന്ന് 29 ലക്ഷം രൂപയുടെ നിക്ഷേപത്തിന്റെ തെളിവുകളും വിദേശ മദ്യവും ഡിജിറ്റൽ രേഖകളും അന്വേഷണ സംഘം പിടിച്ചെടുത്തു. ഗതികേട് കൊണ്ടാണ് അലക്സ് മാത്യുവിനെ കുറിച്ച് വിജിലൻസിൽ അറിയിച്ചതെന്ന് ഗ്യാസ് ഏജൻസി ഉടമ S മനോജ് ന്യൂസ് 18നോട് പറഞ്ഞു. ഇദ്ദേഹം ഒരിക്കലും ഒരു ഡിസ്ട്രിബ്യൂട്ടറെ അടുത്ത് വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ലോഡ് സെയിൽസ് ഓഫീസർമാർ പ്ലാനിങ് കൊടുത്താലും ഇദ്ദേഹം അത് അട്ടിമറിക്കുകയും പുള്ളിക്ക് താല്പര്യമുള്ളവർക്ക് ലോഡ് അയക്കുകയും ചെയ്യുന്നൊരു രീതിയുണ്ട്. അപ്പോൾ പുള്ളി ലോഡിന് വിളിക്കുമ്പോൾ പറയും നിങ്ങളിങ്ങനെ ഫോണിൽ വിളിച്ചാൽ പോരെ, ഇടയ്ക്കൊക്കെ ഒന്ന് കാണണം. പുള്ളി തന്നെ അതിനുള്ള വഴി ഒരുക്കി അങ്ങനെ പുള്ളിയിലോട്ട് ഞങ്ങളെ അടുപ്പിക്കുകയും പുള്ളിയുടെ ആവശ്യങ്ങൾ നടക്കുന്നതിനനുസരിച്ച് നമ്മളെ കൊണ്ടുപോവുകയാണ് പുള്ളി ചെയ്യുന്നത്. അന്നൊക്കെ ഇങ്ങനെ 10,000 5,000 ഒക്കെ ലോഡ് കിട്ടുന്നതിന് വേണ്ടി വാങ്ങും. കഴിഞ്ഞ ദിവസം പുലർച്ചെ ഫോണിൽ വിളിച്ച് ധിക്കാരത്തോടെ നടത്തിയ പ്രതികരണമാണ് പരാതി നൽകാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് മനോജ്. പുള്ളി എന്റെ ഏജൻസിയിൽ നിന്ന് കസ്റ്റമറെ ട്രാൻസ്ഫർ ചെയ്യാൻ 10,000 കസ്റ്റമറെ മാറ്റും 2 ഏജൻസിക്കായിട്ട് കൊടുക്കണമെന്ന്
കൊടുക്കും എന്ന് പറഞ്ഞ് എന്നെ പുള്ളിയുടെ വീട്ടിൽ വിളിപ്പിച്ചു. അപ്പോൾ ഞാൻ നോക്കട്ടെ, ഞാൻ വിചാരിച്ചാൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എന്ന് എന്നെ ബോധ്യപ്പെടുത്തുകയാണ്. അതിന് 10 ലക്ഷം രൂപ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു. അപ്പോൾ അത് സാറിന് തരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ പൈസയില്ല. സാർ എന്താണെന്ന് വെച്ചാൽ സാറിൻ്റെ സൗകര്യം പോലെ ചെയ്യാൻ പറഞ്ഞു. റീസെൻ്റായിട്ടൊരു 2 ഏജൻസിയിലേക്ക് 1200 1000 കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, നോക്കണം, അങ്ങനെ മാറ്റി. എസ് മനോജിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യുവിനെ ഇന്നലെയാണ് വിജിലൻസ് കുടുക്കിയത്. ഇതിന് പിന്നാലെയാണ് കൊച്ചിയിലെ ഇയാളുടെ വീട്ടിലും ഓഫീസിലും പരിശോധന നടന്നത്. സാമ്പത്തിക ഇടപാടുകളുടെ നിരവധി രേഖകൾ ഇവിടെ നിന്ന് വിജിലൻസ് സംഘം പിടിച്ചെടുത്തു. 29 ലക്ഷം രൂപയുടെ നിക്ഷേപത്തിന് പുറമെ 6 കുപ്പി വിദേശ മദ്യം, ഹാർഡ് ഡിസ്ക്, പണമിടപാടിന്റെ മറ്റ് ഡിജിറ്റൽ രേഖകൾ തുടങ്ങിയവ പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നു. അലക്സ് മാത്യു IOC അസിസ്റ്റന്റ് മാനേജർ ആയതു മുതൽ കൈക്കൂലി വാങ്ങിയിരുന്നതായാണ് സൂചന. അതേസമയം അലക്സ് മാത്യുവിന് മുൻപും കൈക്കൂലി നൽകിയിട്ടുണ്ടെന്നും ഏജൻസിയിൽ നിന്ന് ഉപഭോക്താക്കളെ മാറ്റുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഡിസ്ട്രിബ്യൂട്ടർമാരിൽ നിന്ന് ഇയാൾ പണം കൈപ്പറ്റിയിരുന്നതെന്നും എസ് മനോജ് ന്യൂസ് 18നോട് പറഞ്ഞു. പുലർച്ചെ 3 മണിയോടെയാണ് കവടിയാറിലെ പണ്ഡിറ്റ് നഗറിലുള്ള വീട്ടിലെ നടപടികൾ പൂർത്തിയാക്കി അലക്സ് മാത്യുവുമായി വിജിലൻസ് സംഘം മടങ്ങിയത്. കൊച്ചിയിലെ IOCയുടെ ഓഫീസിലും രാത്രിയിൽ വിജിലൻസ് സംഘം പരിശോധന നടത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. കടയ്ക്കൽ തിരുവാതിര മഹോത്സവത്തിലെ സംഗീത പരിപാടിയിൽ പാർട്ടി കൊടിയും ചിഹ്നവും പ്രദർശിപ്പിച്ചതിനെ തള്ളി ക്ഷേത്ര ഉപദേശക സമിതി. LED വോളിൽ കൊടിയും ചിഹ്നവും കാണിച്ചത് തെറ്റാണെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. അലോഷിയുടെ പരിപാടിയിൽ വിപ്ലവഗാനം പാടാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് വ്യാപാരി വ്യവസായ സമിതി വ്യക്തമാക്കി. കടയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിലെ സംഗീത പരിപാടിയിൽ കൊടിയും ചിഹ്നവും കാണിച്ചത് തെറ്റാണെന്ന് ഉപദേശക സമിതി പ്രസിഡന്റ് S. വികാസ് പറഞ്ഞു. സംഘാടകർക്ക് സംഭവിച്ച ശ്രദ്ധക്കുറവ് ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് അന്വേഷണം സ്വാഗതം ചെയ്യുന്നുവെന്നും ക്ഷേത്ര ഭാരവാഹികൾ പ്രതികരിച്ചു. ഏത് പാട്ട് പാടണമെന്നത് കലാകാരന്റെ അവകാശമാണ്. ഉത്സവ കമ്മിറ്റിയും ഉപദേശക സമിതിയും ഇക്കാര്യത്തിൽ ഇടപെടാറില്ല. ഇതാണ് ഇവരുടെ വിശദീകരണം. ക്ഷേത്ര ഉപദേശക സമിതിയുടെ വിശദീകരണം ലഭിച്ച ശേഷം നടപടിയെടുക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് PS. പ്രശാന്ത് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അലോഷിയുടെ പരിപാടിയിൽ വിപ്ലവഗാനം പാടാൻ വ്യാപാരി വ്യവസായി സമിതി ആവശ്യപ്പെട്ടിട്ടില്ല. വ്യാപാരി വ്യവസായി സമിതി പരിപാടി സ്പോൺസർ ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും ആരാധകരുടെ ആവശ്യപ്രകാരമാണ് CPM പ്രചാരണ ഗാനങ്ങൾ പാടിയതെന്നും വ്യാപാരി വ്യവസായി സമിതി ഭാരവാഹികൾ പറഞ്ഞു. പരിപാടിയിൽ പങ്കെടുക്കാത്തവരാണ് വിവാദമുണ്ടാക്കുന്നതെന്നാണ് ഗായകൻ അലോഷിയുടെ പ്രതികരണം. ന്യൂസ് 18 കൊല്ലം. ലവ് ജിഹാദ് ആരോപണത്തിൽ PC ജോർജിനെ പിന്തുണച്ച സിറോ മലബാർ സഭയെ തള്ളി മുൻ വക്താവ് ഫാദർ പോൾ തേലക്കാട്ട്. പോലീസും ദേശീയ അന്വേഷണ ഏജൻസിയും അറിയാത്ത ലവ് ജിഹാദ് ഉണ്ടെന്ന് പറയാൻ മെത്രാൻമാർക്ക് എങ്ങനെയാണ് കഴിയുന്നതെന്ന് പോൾ തേലക്കാട്ട് ചോദിച്ചു. ഇതര സമുദായങ്ങളുമായി സമാധാനത്തിൽ കഴിയാൻ ക്രിസ്ത്യാനികൾ ആഗ്രഹിക്കുമ്പോൾ അതിന് വിരുദ്ധമായിട്ടാണ് പിതാക്കന്മാർ പറയുന്നത്. കാസ പോലുള്ള തീവ്രവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സഭയിൽ നിന്നുണ്ടാകുന്നത് നാണക്കേടാണ്. ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ വിവാഹപ്രായം തീരുമാനിക്കാനുള്ള എന്ത് ഉത്തരവാദിത്തമാണ് PC ജോർജിനുള്ളതെന്നും ഫാദർ പോൾ തേലക്കാട്ട് പരിഹസിച്ചു. ന്യൂസ് 18 Q18 പോൾ തേലക്കാട്ടിന്റെ പ്രതികരണം. സഭ, സിറോ മലബാർ സഭ ഇതിനകത്തെടുത്ത നിലപാട് അത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണോ? PC ജോർജ് പറഞ്ഞതിൽ മതവിദ്വേഷമുണ്ടാക്കുന്ന ഒന്നുമില്ല എന്ന് പറയുകയും പത്രക്കുറിപ്പിറക്കുകയൊക്കെ ചെയ്ത സാഹചര്യമുണ്ട്. അത് ആശ്ചര്യപ്പെടുത്തിയോ? തീർച്ചയായിട്ടും ആശ്ചര്യമുണ്ട്, സങ്കടമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. സിറോ മലബാർ സഭ 2020 ജനുവരി 14 പ്രസ്താവന ഇറക്കി ലവ് ജിഹാദ് ഉണ്ടെന്നും പറഞ്ഞു. പോലീസിന് NIAക്ക് അറിയാൻ പാടില്ലാത്ത ലവ് ജിഹാദ് ഉണ്ടെന്ന് മെത്രാന്മാരെങ്ങനെയാണ് അറിഞ്ഞത്? അങ്ങനെ അറിഞ്ഞെങ്കിൽ പോലീസിലൂടെ പറയേണ്ടത്, സമൂഹത്തിലുള്ള ഉണ്ടാക്കല്ല ചെയ്യേണ്ടത്. ഇത് കുറ്റകരമാണ് എന്ന് പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇത് സമുദായം അംഗങ്ങൾ ചിന്തിക്കുന്നതല്ല ഈ പുറത്തേക്ക് വരുന്ന ഈ നിലപാട് എന്ന് കൂടിയാണ് ഫാദർ പോൾ തേലക്കാട്ട് പറയുന്നത്, അല്ലേ? ഇസ്ലാം മതവിശ്വാസികളുമായിട്ടും ഹിന്ദുക്കളായിട്ടുമൊക്കെ സൗഹാർദ്ദത്തിൽ ജീവിക്കാനാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ആഗ്രഹിക്കുന്നത്. അതിന് വിരുദ്ധമായി പിതാക്കന്മാരായാലും അച്ഛന്മാരായാലും ആരായാലും കുറച്ചുകൂടി ഉത്തരവാദിത്വപൂർവ്വം പെരുമാറണം. സ്ത്രീ പുരുഷന്മാർ സമന്മാരായിട്ട് സമത്വമുള്ളവരായിട്ടും ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. അവർക്ക് അവരുടെ അവകാശങ്ങളുണ്ട്, അവർക്ക് അവരുടെ പഠിക്കാനും വളരാനുള്ള എല്ലാ സന്ദർഭങ്ങളുണ്ട്. അവരുടെ കല്യാണം കഴിക്കണമെന്ന കാര്യം അവരുടെ കുടുംബവും അവരുമാണ് തീരുമാനിക്കേണ്ടത്. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാനുള്ള ദൗത്യം അനിശ്ചിതാവസ്ഥയിൽ.
കടുവയെ ഇന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. കാലിന് പരിക്കുള്ളതിനാൽ കടുവ അധികം ദൂരത്തേക്ക് പോകാൻ ഇടയില്ലെന്ന് വനംവകുപ്പ് പറയുന്നു. പ്രദേശത്ത് വൈകിട്ട് 6 വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വണ്ടിപ്പെരിയാറിൽ ഭീതി പരത്തിയ കടുവയെ പിടികൂടാൻ വനം വകുപ്പ് തീരുമാനിച്ചതോടെ ആശ്വാസത്തിലായിരുന്നു നാട്ടുകാർ. ഗ്രാമ്പിയിലെ സ്കൂളിന്റെ പരിസരത്ത് വരെ എത്തിയ കടുവയെ പിടികൂടാൻ കൂടൊരുക്കി കാത്തിരുന്നെങ്കിലും കടുവ കൂട്ടിൽ കയറിയില്ല. ഇതോടെ മയക്കുവെടി വെച്ച് പിടികൂടാൻ തീരുമാനിച്ചു. ദൗത്യം രാവിലെ തന്നെ തുടങ്ങിയെങ്കിലും ഇന്ന് ഇതുവരെ കടുവയെ കണ്ടെത്താനായിട്ടില്ല. കാലിന് പരിക്കുള്ളതിനാൽ അധികം ദൂരേക്ക് പോയിട്ടുണ്ടാവില്ലെന്നാണ് വനം വകുപ്പിന്റെ നിഗമനം. തെരച്ചിൽ തുടരുകയാണ്. ഇന്നലെ കടുവയെ കണ്ട മേഖലയിൽ നിന്നും 500 മീറ്റർ അകലേക്ക് സ്നിപ്പർ ഡോഗ് നീങ്ങിയത്. മയക്കുവെടി വെച്ച് പിടികൂടിയ ശേഷം കടുവയെ തേക്കടിയിലെത്തിച്ച് ചികിത്സ നൽകാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. എന്നാൽ ദൗത്യം വൈകിയതിൽ നാട്ടുകാർ വനംവകുപ്പിനെ കുറ്റപ്പെടുത്തുന്നു. കടുവയുടെ സഞ്ചാരം നിരീക്ഷിക്കുന്നതിലും വനംവകുപ്പ് വീഴ്ച വരുത്തിയെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ന്യൂസ് 18 ഇടുക്കി. കേരളത്തിന് ചുട്ടുപൊള്ളുകയാണ്, കരുതിയിരിക്കണം. ന്യൂസ് 18 ലൈവത്തോൺ. സംസ്ഥാനത്ത് ചൂട് ഇനിയും ഉയരുമെന്ന് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ. വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ ഏപ്രിൽ മെയ് മാസത്തിൽ സ്ഥിതി ഗുരുതരമാകും. ഉഷ്ണതരംഗത്തിനും സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷമാണ് സംസ്ഥാനത്ത് ആദ്യമായി ഉഷ്ണതരംഗമുണ്ടായത്. ഫെബ്രുവരിയിലും മാർച്ച് മാസം ഇതുവരെയും ശരാശരിയേക്കാൾ കൂടുതൽ ചൂടാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തുന്നത്. ഒന്നിലധികം സ്ഥലങ്ങളിൽ തുടർച്ചയായ 2 ദിവസം 40 ഡിഗ്രിയിലധികം ചൂടോ, തുടർച്ചയായ ദിവസങ്ങളിൽ സാധാരണയേക്കാൾ 4.5 ഡിഗ്രിയിലധികം ചൂടോ രേഖപ്പെടുത്തുമ്പോഴാണ് ഉഷ്ണതരംഗമുണ്ടായതായി പ്രഖ്യാപിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിലിൽ പാലക്കാട്ടും കണ്ണൂരുമായി സംസ്ഥാനത്ത് 2 തവണ ഉഷ്ണതരംഗമുണ്ടായി. 4 തവണ ഉഷ്ണതരംഗ മുന്നറിയിപ്പും ഉണ്ടായിരുന്നു. ഉത്തരേന്ത്യയിലൊക്കെ സ്ഥിരം പ്രതിഭാസമായ ഉഷ്ണതരംഗം കേരളത്തിന് ആദ്യ അനുഭവമായിരുന്നു അന്ന്. ഇപ്പോഴത്തെ ചൂട് കണക്കുകൾ വിശകലനം ചെയ്യുമ്പോൾ ഉഷ്ണതരംഗ സാധ്യതയാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. 2019 മുതലാണ് ഈ വിധം കേരളത്തിലെ താപനിലയിൽ വലിയ വർധന കാണാൻ തുടങ്ങിയത്. ഏപ്രിൽ മാസത്തിലാണ് വേനൽ അതിന്റെ പാരമ്യത്തിലെത്തുന്നത്. എന്നാൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ 40 ഡിഗ്രി ചൂട് രേഖപ്പെടുത്തിയിരുന്നു. ആ ദിവസം രാജ്യത്തു തന്നെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനിലയായിരുന്നു കണ്ണൂരിലേത്. എൽ നിനോ പ്രതിഭാസമാണ് കഴിഞ്ഞ വർഷം ലോകവ്യാപകമായി ചൂട് ഉയരാൻ കാരണമായത്. ഒരു തീരദേശ സംസ്ഥാനമായതുകൊണ്ട് തന്നെ നമുക്ക് ഹ്യൂമിഡിറ്റിയുടെ ഇമ്പാക്ട് കൂടിയുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നമ്മൾ ടെമ്പറേച്ചർ ആയിട്ട് നമുക്ക് മെഷർമെന്റ് ആയി കിട്ടുന്ന ടെമ്പറേച്ചറും നമ്മൾ ഫീൽ ചെയ്യുന്ന ടെമ്പറേച്ചറും ഡിഫറന്റ് ആയിരിക്കും. ഇപ്പം നമുക്കൊരു 35-36 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോഴേക്കും തന്നെ പലപ്പോഴും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അസ്വസ്ഥതകൾ ഉണ്ടാവാം. 37 ഡിഗ്രി സെൽഷ്യസ് എത്തുന്നതോടുകൂടി തന്നെ നമുക്ക് പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടാം. അപ്പൊ അത് കേരളത്തിലെ സംബന്ധിച്ചുള്ള ഒരു ഗൗരവമായ കാര്യമാണ്. ഹ്യൂമിഡിറ്റിയുടെ ഇമ്പാക്ട് ഉള്ളത് കൊണ്ട് ഈ 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ മാറുമ്പോൾ തന്നെ നമുക്ക് വലിയ രീതിയിൽ അസ്വസ്ഥതകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ കോസ്റ്റൽ മേഖലകളിലൊക്കെ നോക്കുവാണെങ്കിൽ പലപ്പോഴും നമുക്ക് 37-38 ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് ഒരു പ്രയാസമുണ്ടാക്കുന്ന, ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന ടെമ്പറേച്ചർ തന്നെയാണ്. നമ്മളാണെങ്കിൽ ചെറിയ ലാൻഡ്സ്കേപ്പാണ്. ഇവൻ നമ്മുടെ ഏറ്റവും ദൂരെയുള്ള അല്ലെങ്കിൽ പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുള്ള സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ നമുക്ക് വലിയ ഹ്യൂമിഡിറ്റി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യും. ഉഷ്ണതരംഗം വീശിയടിച്ച 2024 ചൂടേറ്റ് 5 മരണങ്ങളാണ് കേരളത്തിലുണ്ടായത്. 2019 1 മരണം ഉണ്ടായത് മാറ്റി നിർത്തിയാൽ കൊടും ചൂടിൽ ജീവൻ നഷ്ടപ്പെടുന്നത് കേരളത്തിന് പുതുമയായിരുന്നു. ഈ വർഷവും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ സാധാരണയേക്കാൾ കൂടിയ ചൂടാണ് സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്നലെയും കൊല്ലം, പത്തനംതിട്ട, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ 38 ഡിഗ്രി വരെയും ആലപ്പുഴയിൽ 37, കോട്ടയത്തും കണ്ണൂരും 36 ഡിഗ്രി ചൂടുണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ടായിരുന്നു. മറ്റു ജില്ലകളിലും ശരാശരിയേക്കാൾ ചൂട് കൂടാമെന്ന മുന്നറിയിപ്പുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കടുത്ത ചൂടിന്റെ കാഠിന്യം ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങുന്നവരാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ. പറഞ്ഞ സമയത്ത് ജോലി തീർക്കുവാനുള്ള പെടാപ്പാടിൽ പലപ്പോഴും വെയിൽ ചൂട് മറക്കുകയാണ് പതിവ്. നിർമ്മാണ മേഖല ഏറെ സജീവമായ കൊച്ചിയിൽ അതുപോലുള്ള ജീവിതങ്ങൾ ഒരുപാട് കാണാം. ഓരോ ദിവസം എന്ന വണ്ണവും ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവഗണിക്കാൻ പറ്റാത്ത മറ്റൊരു വിഭാഗമാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർ, കെട്ടിട നിർമ്മാണ മേഖലയിൽ അടക്കം ജോലി ചെയ്യുന്നവർ. കാക്കനാട് ഈ മേഖലയിൽ ഇപ്പോൾ ഈ തുതിയൂർ പറയുന്ന ഭാഗത്ത് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടിന്റെ ഏതാണ്ട് സൺഷെയ്ഡ് പൊക്കം ആയിരിക്കുന്നു അല്ലെ? വീട് സൺഷെയ്ഡ് പൊക്കമായി, സൺഷെയ്ഡ് പൊക്കമായിട്ടുണ്ട്. ഇപ്പം സഹിക്കാൻ പാടില്ലാത്ത അത്രയും ചൂടാണ്. ഒരു ദിവസം ഞങ്ങൾ 6 മണിക്കാരാണ് ഇവിടെ ഉള്ളത്. 20 ലിറ്ററിന്റെ ഒരു 4 ബോട്ടിൽ വെള്ളം തീർന്നിരിക്കും. ഇപ്പോൾ ഒരു ബോട്ടിലിന് 60 രൂപ വെച്ച് നമ്മൾ 4 ബോട്ടിൽ ഉടമസ്ഥൻ കൊണ്ടുവന്ന് തരുന്നതാണ്, നമ്മളല്ല വാങ്ങിക്കുന്ന, ഉടമസ്ഥൻ കൊണ്ടുവന്ന് തരും. എന്തായാലും ഈ തവണത്തെ ചൂട് കഴിയുമ്പോൾ അടുത്ത തവണ എന്തായിരിക്കുമെന്നുള്ള അൻകാലപ്പിലാണ്.
എല്ലാ വർഷവും അടുത്ത വർഷം ഞങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ ഞങ്ങൾ സംശയിച്ചാണ് ഈ വർഷം കഴിഞ്ഞു പോകുന്നത്. എല്ലാ വർഷവും ഇത് തന്നെയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണ് ഈ വർഷം. അടുത്ത വർഷം എന്തായിരിക്കും എന്നുള്ള പേടിയിലാണ്. അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം ഇതിന്റെ ഇടയിൽ ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ ഇന്നലെ 2 പേർക്ക് തുമ്മലും പനിയായിട്ടാണ് പോയത്. പിന്നെ ഇപ്പൊ സർക്കാർ പറയുന്നുണ്ട് വെളുപ്പിന് 6 മണി തൊട്ട് 11 മണി വരെ 12 മണി വരെയൊക്കെ ഞങ്ങൾ വരാപ്പോഴാണ് ഇവിടെ വരുന്നത്. വലിയ വെയിൽ വരുമ്പോൾ നമ്മൊന്ന് മാറി നിൽക്കും, കുറച്ചേരം റെസ്റ്റ് എടുക്കും, വീണ്ടും നമ്മൾ ജോലി ചെയ്യും. ജീവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ചൂട് വല്ലാതെ ബാധിക്കുന്നുണ്ട്. ചൂട് ശരിക്കും ബാധിക്കുന്നുണ്ട്. കരിഞ്ഞു പോയാണ്. വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് മറിയാണ് പായലോട്ട്. പിന്നെ 10 മണിക്ക് രാത്രി 10 മണിക്ക് എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റണില്ല. ഉച്ചക്ക് ഭക്ഷണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകും. കഴിക്കാൻ പറ്റാനില്ല. വെള്ളം കുടിച്ച് ചേട്ടാ ഒന്ന് നമസ്കാരം. എവിടെയാ സ്ഥലം? എന്റെ നാട് ആസാമാണ്. നന്നായി മലയാളമൊക്കെ പഠിച്ചു. മലയാളമൊക്കെ ഇവിടെ വന്നിട്ട് ഇപ്പൊ 10 കൊല്ലത്തോളായി കേരളത്തിൽ വന്നിട്ട്. എങ്ങനെ ചൂട് വന്നിട്ട്? ചൂടിന്റെ കാര്യം ഒരു രക്ഷയില്ല. ഇപ്പൊ ഈ ഒരു വർഷം കഴിയുമ്പോ ചൂട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമുക്കിന്ന് പണിയാൻ പറ്റാത്ത അവസ്ഥയായി. നമ്മൾ രാവിലെ തുടങ്ങും, എന്നാലും ഭയങ്കര ചൂടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേർപ്പ ശരീരമൊക്കെ ഭയങ്കര ഇതാണ്, ഭയങ്കര കഷ്ടപ്പെട്ടാണ്. നമ്മ പാവപ്പെട്ട ആൾക്കാർ, നമുക്ക് വേറെ സമ്പത്തികൾ അത്ര ഒന്നും ഇല്ലാത്ത കാരണം ഇവിടെ പണിയെടുക്കാൻ വേണ്ടി വന്നതാ. ഭയങ്കര ചൂടാണ്, ഭയങ്കര കഷ്ടപ്പെടാണ്. हिंदी से बोला मैं हिंदी से बोल रहा हूँ. वही अब ज्यादा गर्मी है उधर काम करने के लिए बहुत परेशान हो रहा है. अभी गर्मी ज्यादा है. वही है इतना बात है. ഇവിടുത്തെ സർക്കാർ വല്ല സഹായമൊക്കെ ചെയ്യണമെങ്കിൽ നല്ലതായിരുന്നു. ആ ചൂട് വലിയ രീതിയിൽ തന്നെ ഉയരുന്നു. അതിൻ്റെ ഒരു ആശങ്ക എല്ലാ മേഖലകളിലും തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. മഞ്ചേരി കാട്ടുങ്ങലിൽ ആഭരണ വിൽപ്പനക്കാരനെ ആക്രമിച്ച് 117 പവനോളം സ്വർണം കവർന്ന കേസിൽ 2 പേരെ മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. മൂന്നാമതൊരാൾ കസ്റ്റഡിയിലാണ്. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ സ്വർണമാണ് ജീവനക്കാരനായ സിവേഷ് സഹോദരന്റെയും സുഹൃത്തിന്റെയും സഹായത്തോടെ തട്ടിയെടുക്കാൻ ശ്രമിച്ചത്. സ്വർണ്ണാഭരണങ്ങൾ ജ്വല്ലറികളിലേക്ക് നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനമായ നിഖില ബാംഗിൾസിലെ ജീവനക്കാരനായിരുന്നു കേസിലെ മുഖ്യപ്രതി സിവേഷ്. മുൻപ് പല കേസുകളിലും പ്രതിയായ സിവേഷ് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇവിടെ ജോലിയിൽ പ്രവേശിച്ചത്. മഞ്ചേരി ഭാഗത്തെ കടകളിൽ സ്വർണ്ണാഭരണങ്ങളുടെ മോഡലുകൾ കാണിച്ച് വിൽപ്പന നടത്തി ബാക്കിയുള്ള സ്വർണവുമായി തിരിച്ച് സ്കൂട്ടറിൽ മലപ്പുറത്തേക്ക് പോകും വഴിയായിരുന്നു സ്വർണം കവർന്നത്. സിവേഷിന് തന്നെ ആസൂത്രണമായിരുന്നു ഇതിനു പിന്നിൽ. കാട്ടുങ്ങലിൽ ആളൊഴിഞ്ഞ ഭാഗത്ത് സിവേഷ് സ്കൂട്ടർ നിർത്തിയിട്ടു. അവിടെ എത്തിയ മറ്റു പ്രതികൾ സ്കൂട്ടർ മറച്ചിട്ട് സ്വർണ്ണാഭരണങ്ങളടങ്ങിയ ബാഗ് മോഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഒരു യുവാവിന്റെ ഇടപെടലാണ് പ്രതികളെ പിടികൂടുന്നതിൽ നിർണായകമായതെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളുടെ വാഹനം പിന്തുടർന്ന് ഇയാൾ നമ്പർ പ്ലേറ്റ് അടക്കം ഫോട്ടോ എടുത്ത് പോലീസിന് കൈമാറി. തുടർന്ന് വളരെ വേഗത്തിൽ പോലീസ് പ്രതികളെ പിടികൂടി. ഒന്നാമത്തേത് ഇതിന്റെ കാരിയർ ആയിട്ടുള്ള ഈ ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് സ്വർണം കൊണ്ടുവരുന്ന ബൈക്കിൽ കൊണ്ടുവരുന്ന വ്യക്തി ഒരാൾ തന്നെയാണ് ഇതിന്റെ പ്രധാന സൂത്രധാരൻ, ഒരു ശിവേഷ്. ഇവർ തന്നെ സ്റ്റേജ് ചെയ്ത ഒരു മാറ്ററായിരുന്നു. സ്വിഫ്റ്റായിട്ട് പോലീസിന് ആക്ട് ചെയ്യാൻ ഇതിനകത്ത് കഴിഞ്ഞതിനും കാരണം ഒരു സിവിലിയൻ, ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഇടപെടലാണ്. സംഭവം കാണുമ്പോൾ, നേരിൽ കണ്ടപ്പോൾ അതിലെ ദുരൂഹത മനസ്സിലാക്കി പുറകെ ഒന്ന് പോയി നോക്കുകയും ആ വെഹിക്കിളിന്റെ ഫോട്ടോഗ്രാഫ് കൃത്യമായിട്ട് എടുത്ത പോലീസിന് ഒട്ടും ടൈം ഡിലേ ഇല്ലാതെ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്തു. സിവേഷിനും സഹോദരൻ ബെൻസുവിനുമൊപ്പം കവർച്ചയിൽ പങ്കെടുത്ത മൂന്നാമതൊരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷണം നടത്തുന്നതായും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 മലപ്പുറം. CPMന്റെ പുതിയ ആസ്ഥാന മന്ദിരം നിർമ്മാണം അവസാന ഘട്ടത്തിൽ. AKG സെന്ററിന് എതിർവശത്താണ് ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ബഹുനില മന്ദിരം നിർമ്മാണം പുരോഗമിക്കുന്നത്. പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞാലുടൻ ഉദ്ഘാടനം നടത്തിയേക്കും. പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ രൂപഭംഗി വെള്ളയും ചുവപ്പും ഇടകലർന്നാണ് AKG സെന്റർ. എന്നാൽ പുതിയ മന്ദിരത്തിന് ഒറ്റ നിറം, ചുവപ്പ്. കേരളത്തിലെ CPMന്റെ പ്രൗഢിയും ശേഷിയും വിളിച്ചറിയിക്കുന്ന ബഹുനില മന്ദിരം. ബേസ്മെന്റിലെ 2 നിലകൾ ഉൾപ്പെടെ 9 നിലകളിലായാണ് നിർമ്മാണം. AKG സെന്ററിന്റെ എതിർവശത്ത് 6.5 കോടി രൂപയ്ക്ക് പാർട്ടി വാങ്ങിയ 32 സെന്റിൽ 5380 സ്ക്വയർ ഫീറ്റിലാണ് കെട്ടിടം. ആധുനിക സൗകര്യങ്ങളോടെയുള്ള മന്ദിരത്തിൽ കോൺഫറൻസ് ഹാളുകളും നേതാക്കൾക്ക് താമസ സൗകര്യവും ഉണ്ടാകും.
ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതോടെ നിലവിലെ AKG സെന്റർ പൂർണ്ണമായും പഠന ഗവേഷണ കേന്ദ്രമായി മാറും. കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ അദ്ദേഹത്തിന്റെ പേരിലാണ് സ്ഥലം വാങ്ങിയതും നിർമ്മാണം തുടങ്ങിയതും. പാർട്ടി ആസ്ഥാനത്തിന് കോടിയേരിയുടെ പേര് നൽകുമെന്നും സൂചനയുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. എമ്പുരാന്റെ റിലീസിൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ലൈക്ക പ്രൊഡക്ഷൻസിനെ പോസ്റ്ററിൽ നിന്ന് നീക്കം ചെയ്യാതെ സിനിമയുടെ അണിയറ പ്രവർത്തകർ. ശ്രീ ഗോകുലം മൂവീസ് ചിത്രം ഏറ്റെടുക്കുന്നു എന്ന പൃഥ്വിരാജിന്റെ പോസ്റ്റിൽ ലൈക്ക പ്രൊഡക്ഷൻസിനെ പൂർണ്ണമായി ഒഴിവാക്കിയെങ്കിലും പോസ്റ്ററിൽ ലൈക്കയുടെ പേര് നിലനിർത്തിയത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം പ്രസക്തി ആർജിക്കുകയാണ്. മുടക്കുമുതൽ പലിശ സഹിതം ഏൽപ്പിക്കണമെന്ന ലൈക്കയുടെ ആവശ്യത്തിന് മുന്നിലാണ് ശ്രീ ഗോകുലം മൂവീസ് സെറ്റിൽമെന്റുമായി രംഗത്തെത്തിയത്. എന്നാൽ സാമ്പത്തികമായ ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ചിത്രം മാർച്ച് 27-ന് തിയേറ്ററിലെത്തും. പ്രശസ്ത സംഗീത സംവിധായകൻ AR റഹ്മാൻ ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇന്ന് പുലർച്ചെയാണ് ആശുപത്രിയിലെത്തിയത്. നോമ്പെടുത്തതിനെ തുടർന്നുള്ള കടുത്ത നിർജ്ജലീകരണമാണ് കാരണം. ഉദരസംബന്ധമായ അസ്വസ്ഥതകളും ഉണ്ടായതിനാൽ ECG അടക്കം വിവിധ പരിശോധനകൾ നടത്തി. തുടർന്ന് അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്തു. ആശങ്കപ്പെടാനില്ലെന്നും പ്രാർത്ഥനകൾക്ക് നന്ദിയെന്നും AR റഹ്മാന്റെ മകൻ അമീൻ എക്സിൽ കുറിച്ചു. തൂത്തുക്കുടി താപവൈദ്യുത നിലയത്തിൽ വൻ തീപിടുത്തം. 210 മെഗാവാട്ട് ശേഷിയുള്ള ഒന്നാമത്തെ യൂണിറ്റിലാണ് ഇന്നലെ രാത്രി തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിൽ 2 ജീവനക്കാർക്ക് പരിക്കേറ്റു. പ്ലാന്റിന്റെ 1-ാം നിലയിലെ കേബിൾ ഗാലറിയിൽ നിന്നാണ് തീ പടർന്നത്. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം തുടരുകയാണ്. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹാഫിസ് സയ്യിദിന്റെ അടുത്ത അനുയായി ലഷ്കർ-ഇ-തോയ്ബ ഭീകരൻ അബു ഖതൽ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടു. ഇന്നലെ രാത്രി പാകിസ്ഥാനിലെ ജഹലം മേഖലയിൽ അജ്ഞാത സംഘത്തിന്റെ വെടിവയ്പിലാണ് കൊല്ലപ്പെട്ടത്. 2023-ലെ രജൌരി ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായിരുന്നു ഖതൽ. ജമ്മുകശ്മീരിലെ റാസി ജില്ലയിൽ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിയവർ സഞ്ചരിച്ച ബസിന് നേരെ നടന്ന ആക്രമണത്തിന് നേതൃത്വം നൽകിയതും ഖതലായിരുന്നു. യമനിൽ ഹൂതി താവളങ്ങളിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിൽ 31 പേർ കൊല്ലപ്പെട്ടു. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് തിരിച്ചടി. US കപ്പലുകൾക്ക് നേരെ ആക്രമണം അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ ദുരന്തമാണ് കാത്തിരിക്കുന്നതെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ചെങ്കടലിൽ US-ന്റെ ഹാരി എസ് ട്രൂമാൻ വിമാനവാഹിനി കപ്പലിൽ നിന്നുയർന്ന യുദ്ധവിമാനങ്ങൾ യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ നടത്തിയത് സമീപകാലത്തെ ഏറ്റവും വലിയ വ്യോമാക്രമണം. ഹൂതികളുടെ പോളിറ്റ് ബ്യൂറോ ഓഫീസും സൈനിക താവളവും സ്ഥിതി ചെയ്യുന്ന കിഴക്കൻ ജറാഫ്, ഷൗബ്, ദമാർ എന്നിവിടങ്ങളിലാണ് ആൾനാശവും നാശനഷ്ടങ്ങളും. മരിച്ചവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു. പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണ്. മാർച്ച് ആദ്യവാരം മുതൽ ഗസയിലേക്ക് സഹായങ്ങൾ എത്തിക്കുന്ന ട്രക്കുകൾ ഇസ്രയേൽ കടത്തിവിട്ടിരുന്നില്ല. ഈ തീരുമാനം പുനഃപരിശോധിച്ചില്ലെങ്കിൽ ഇസ്രയേലിന്റെ കപ്പലുകൾ ആക്രമിക്കുമെന്ന് 4 ദിവസം മുൻപ് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അമേരിക്കയുടെ അപ്രതീക്ഷിത വ്യോമാക്രമണം. ചെങ്കടലിൽ ബാബ് അൽ മന്ദാബ് കടലിടുക്കിലും ഏദൻ ഉൾക്കടലിലും കപ്പലുകൾ പിടിച്ചെടുക്കുന്ന ഹൂതികൾക്കുള്ള മറുപടിയാണ് നൽകിയതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. സൈനിക കപ്പലുകൾക്കും വാണിജ്യ കപ്പലുകൾക്കും ചെങ്കടലിൽ സ്വതന്ത്രമായ നീക്കം ഉറപ്പുവരുത്തും വരെ പോരാട്ടം തുടരുമെന്നാണ് പ്രഖ്യാപനം. ഹൂതികൾക്ക് സഹായം നൽകുന്ന ഇറാനുമുണ്ട് താക്കീത്. ഹൂതികൾക്ക് സഹായം ചെയ്യുന്നത് നിർത്തണമെന്നും ഭീഷണിയെങ്കിൽ കാര്യങ്ങൾ വഷളാകുമെന്നുമാണ് ഇറാനോട് US-ന്റെ മുന്നറിയിപ്പ്. ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന നീക്കങ്ങളിൽ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ് ഹൂതികൾ നിരന്തരം കപ്പലുകൾ ആക്രമിക്കുന്നതും പിടിച്ചെടുക്കുന്നതും. 2023 മുതൽ കപ്പലുകളെ ലക്ഷ്യമാക്കി ഹൂതികൾ നടത്തിയത് 145-ലധികം ആക്രമണങ്ങൾ. വ്യോമാക്രമണം ഒരു തുടക്കം മാത്രമെന്ന് US-ഉം എന്തു വെല്ലുവിളിയാണെങ്കിലും പിന്നോട്ടില്ലെന്ന് ഹൂതികളും വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ മധ്യേഷ്യ കൂടുതൽ കലുഷിതമാകുമോ എന്നാണ് ആശങ്ക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് ഫൈനലിൽ ഇന്ത്യ മാസ്റ്റേഴ്സ് വെസ്റ്റ് ഇൻഡീസ് മാസ്റ്റേഴ്സിനെ നേരിടും. മത്സരം രാത്രി 7:30-ന് റായ്പൂർ ഷഹീദ് വീർ നാരായൺ സിംഗ് സ്റ്റേഡിയത്തിൽ നടക്കും. സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ത്യ മാസ്റ്റേഴ്സിനെ നയിക്കുമ്പോൾ ബ്രയാൻ ലാറ വെസ്റ്റ് ഇൻഡീസ് മാസ്റ്റേഴ്സിനെ നയിക്കും. ബാറ്റിംഗിൽ മിന്നും ഫോമിൽ നിൽക്കുന്ന യുവരാജ് സിംഗിനും ബൌളിംഗിൽ തിളങ്ങുന്ന പവൻ നെഗ്ലിയിലുമാണ് ഇന്ത്യൻ മാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷകൾ. അതേസമയം ലെൻഡിൽ സിമൺസിലും രവി രാംപോളിലുമാണ് വെസ്റ്റ് ഇൻഡീസ് ഉറ്റുനോക്കുന്നത്.
പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം. സകലമാന കേരളം. MS ഹരികൃഷ്ണൻ ചേരും. നമസ്കാരം. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകൂ. ലിവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം.